ആരോഗ്യ കേരളം അത്യാഹിത വിഭാഗത്തിലാണോ എന്ന ചോദ്യം ഉയർത്തുകയാണ് ഇടുക്കിയിലെ സംഭവം. അടിസ്ഥാന സൗകര്യങ്ങളിൽ പോലും പാളിച്ചകൾ അനുദിനം വർദ്ധിക്കുന്ന ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ ഗുരുതരമായ അനാസ്ഥയാണ് ഉണ്ടായത്. ലിഫ്റ്റ് തകരാറിനെ തുടർന്ന് ഡയാലിസിസ് രോഗികളെ 5ാം നിലയിലേക്ക് ചുമന്നുകൊണ്ടുപോകേണ്ട സ്ഥിതി. ലിഫ്റ്റ് പ്രശ്നത്തെ തുടർന്ന് കഴിഞ്ഞ 6 വർഷമായി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് ഇടുക്കി ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനം. ഈ ദുർഗതി ഇതാദ്യമായല്ല പുറത്തുവരുന്നത്. പലതവണ 24 തന്നെ ഈ വാർത്ത ജനങ്ങളെ അറിയിച്ചതാണ്. അന്നൊക്കെ അധികൃതർ ഈ വിഷയം പരിഹരിക്കും എന്ന ഉറപ്പും തന്നതാണ്. സാങ്കേതിക പ്രശ്നം മാത്രമാണ് എന്ന അധികൃതരുടെ മറുപടിക്ക് കാലങ്ങളുടെ പഴക്കം. ആരോഗ്യരംഗത്ത് വെന്നിക്കൊടി പാറിക്കുന്നു എന്ന് സ്വയം അവകാശപ്പെടുമ്പോഴും അനാസ്ഥയുടെ മറ്റൊരു ഉദാഹരണമാണ് ഈ ദൃശ്യങ്ങൾ. തൊടുപുഴയിലുള്ള ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ ആകെയുള്ളത് ഒരേ ഒരു ലിഫ്റ്റ്. ജില്ലാ ആശുപത്രിയിലെത്തുന്ന ഡയാലിസിസ് രോഗികളെ ചികിത്സയ്ക്കായി 5ാം നിലയിലേക്ക് കൊണ്ടുപോകുന്നതും ഇതേ ലിഫ്റ്റിലാണ്. നിലവിലെ സാഹചര്യത്തിൽ അത് കൂട്ടിരിപ്പുകാരുടെ ഉത്തരവാദിത്വമാണ്. ആകെയുള്ള ഒരേ ഒരു ലിഫ്റ്റ് പ്രവർത്തനം നിർത്തിയതാണ് കാരണം. ഡയാലിസിസ് രോഗികൾ 1ാം നിലയിൽ വന്ന് പഞ്ച് ചെയ്ത ശേഷം വേണം ചികിത്സയ്ക്കായി 5ാം നിലയിലെത്താൻ. അതും കസേരയിലിരുത്തി 5ാം നില വരെ ചുമന്നു കൊണ്ടുപോകണം. ഡയാലിസിസ് കഴിഞ്ഞും ചുമന്നിറക്കണം. അത് പിന്നെ പാടോട്ട് ചിലർ പയ്യപ്പയെ പിടിച്ച് കയറും മുകളിലോട്ടെ. 4ാം നിലയുടെ പൊക്കത്തിലാണ് ഡയാലിസിസ് കയറി. അപ്പോൾ താഴേന്ന് 1ാം നില തുടങ്ങി താഴോട്ടേക്ക് കയറി പോകണ്ടേ. അല്ലാത്തവരൊക്കെ കസാരയിൽ എടുത്ത് മുകളിലോട്ട് കയറ്റി ഒരു പ്രകാരത്തിൽ മുകളിൽ കൊണ്ടുപോയി ചെയ്യാതിരിക്കാൻ പറ്റിയല്ലോ. ചേട്ടനാണെങ്കിൽ ആ നാളെ കയറി വന്നിട്ട് ഹോസ്പിറ്റലിലോട്ട് അവിടെ കസാരയിൽ ഇരിക്കുക. ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തത് പലകുറി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അധികൃതർക്ക് കുലുക്കമില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചാൽ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല, സെൻസർ പോയി കിടക്കുന്നതാണ്. അത് മാറ്റി വയ്ക്കാതെ ഏതായാലും വർക്ക് ചെയ്യത്തില്ല. കാരണം അത് വളരെ പഴയൊരു ലിഫ്റ്റാണ്. ഇടയ്ക്ക് ജില്ലാ പഞ്ചായത്ത് കണ്ട് റിനോവേറ്റ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അതിന് സ്ഥിരമായിട്ട് കംപ്ലൈൻറ്റ് സ്ഥിരം ഉണ്ടാകുന്നുണ്ട്. അടിയന്തരമായ ആൾ സർവീസ് ചെയ്യുന്ന ആൾ വരണ്ടല്ലോ, സാധാരണ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. അതിന് ആ ലിഫ്റ്റിന് പഴയ ലിഫ്റ്റിന് സ്ഥിരമായിട്ട് കംപ്ലൈൻറ്റ് ഉള്ളതാണ്. ഇടുക്കി ജില്ലാ ആശുപത്രിയുടെ ഈ ദുർഗതി ഇതാദ്യമായല്ല പുറത്തു വരുന്നത്. ആഴ്ചകൾക്ക് മുമ്പ് 24 പറഞ്ഞതാണ് ഫിറ്റ്നസ് ഇല്ലാത്ത ജില്ലാ ആശുപത്രിയെ പറ്റി. പുതിയ ബിൽഡിംഗിലെ ലിഫ്റ്റ് നിർമ്മാണവും അടിസ്ഥാന സൗകര്യങ്ങളിലെ അപാകതയും മറ്റ് സൗകര്യങ്ങൾ ഒരുക്കാത്തതും കാരണം 6 വർഷമായി ഫിറ്റ്നസ് ഇല്ലാതെയാണ് ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനം. പഴയ ബിൽഡിംഗിൽ നിന്ന് പല ഡിപ്പാർട്ട്മെന്റുകളുടെയും പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടില്ല. ആശുപത്രിയിലേക്കുള്ള ഇടുങ്ങിയ വഴിയും അങ്ങനെ തന്നെ. ജില്ലാ ആശുപത്രി വന്നതിന് ശേഷം വമ്പൻ ആശുപത്രികൾ പലതും പലകുറി തൊടുപുഴയിൽ വീണ്ടും ഉണ്ടായി. മലയോര മേഖലയുള്ളവർക്ക് ആശ്രയം പോലുമല്ലാതാകുന്നു ഈ ആതുരാലയം. ആശുപത്രിയിലെത്തുന്ന മറ്റു രോഗികൾക്കും ഇതുതന്നെയാണ് അവസ്ഥ. പലകുറി ആവർത്തിച്ച മറുപടി തന്നെയാണ് ജില്ലാ പഞ്ചായത്തിന് പറയാനുള്ളത്. സാങ്കേതിക പ്രശ്നം മാത്രമാണ്, ഉടൻ പരിഹാരം കാണും. പരിഹാരം ഇപ്പോഴും തീണ്ടാപ്പാട് അകലെയാണെന്ന് മാത്രം. 24 തൊടുപുഴ. പൊതുജനം കഴുതയല്ല സാർ.